ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടോ. ഞാൻ ആദ്യമേ ഒരു മാനസ വീണ എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു എനിക്ക്. ആ ചാനൽ 6800 സബ്സ്ക്രൈബ് ഉള്ളപ്പം ഞാൻ 3 വർഷം കൊണ്ട് നേടിയെടുത്തതായിരുന്നു. ആ സബ്സ്ക്രൈബ് ഉള്ളപ്പം കൗമുദി എന്ന ചാനലിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാനെടുത്തിട്ടു. അതെനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ ഇടരുതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇട്ടു. അവരതിന് പരാതിപ്പെട്ടു. എൻ്റെ ചാനൽ വരെ അവർ പൂട്ടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നാളായിട്ട് മാനസികാവസ്ഥയിൽ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുമല്ലോ നമുക്ക്. ഇത്രയും സബ്സ്ക്രൈബുള്ള ഒരു ചാനൽ ഇതുപോലെ പൂട്ടി പോകുമ്പോൾ ഒരു തരത്തിലും അവർക്ക് അപേക്ഷയൊക്കെ അയച്ചിട്ട് അവർ തിരിച്ചു തന്നില്ല. കൗമുദിക്കാർക്ക് അപേക്ഷ വെക്കാൻ എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. ഇംഗ്ലീഷിൽ എന്നെ എഴുതിയാലും അത് തർജ്ജിമ ചെയ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തുമില്ല. മലയാളം മാത്രമേ എനിക്കറിയത്തുള്ളൂ കേട്ടോ. ഇംഗ്ലീഷിലൊക്കെ എഴുതി കാണിച്ചാൽ എനിക്കത് തർജ്ജിമ ചെയ്ത് എന്താണെന്ന് മനസ്സിലാകത്തുമില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റുകയും ചെയ്തു. അങ്ങനെ ഞാനിപ്പം ഇന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 5-6 മാസങ്ങൾക്ക് ശേഷം എല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോരായ്മകളൊക്കെ സഹിച്ച് എന്നോട് കൂടി ഉണ്ടാകണം. എനിക്ക് വാടക വീടായിരുന്നു. എനിക്കൊരു വീടിന് വാടകയെങ്കിലും കൊടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ചാനലുകളൊക്കെ തുടങ്ങിയത്. പക്ഷേ എല്ലാം തകർന്നു പോയി. ഇപ്പം ഞാനും മോനും മാത്രമേ ഉള്ളൂ. അവന് ആക്സിഡൻറ്റ് പറ്റി അവനിങ്ങനെ ഇരിപ്പാണ്. ജോലിയൊന്നും ചെയ്യാൻ അവനെ നോക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കുള്ളത്. പിന്നെ എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ എനിക്കൊരു ചാനൽ റീച്ചാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാവരോടും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.